എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് ചെയ്യുന്നത് 4 വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റ്സ് ആണ്. ഉള്ളി ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ഓംലെറ്റ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കും, അതിൻ്റെ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം വെന്ത് കിട്ടണം. കാരണം നമ്മൾ ഓംലെറ്റിൽ നേരിട്ടിടുകയാണെങ്കിൽ വേവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് വേവിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റിന് വേണ്ടി നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഒരു മുട്ടയാണ് ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് മുട്ട ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് പാൽ, ഒരു 1/2 ടീസ്പൂൺ പാലോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മിക്സ് ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ആക്കിയെടുക്കണം. എന്നിട്ട് ഒരു സൈഡായ ശേഷം മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഓംലെറ്റ്. അങ്ങനെ ആദ്യത്തെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഓംലെറ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് വാഴയുടെ തണ്ടാണ്, അത് അരിഞ്ഞു വെച്ചതാണ്. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയുക. അപ്പോൾ നമുക്ക് ഇനി ഓംലെറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടി മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് വാഴത്തണ്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു നുള്ള്, പിന്നെ ആവശ്യത്തിന് പെപ്പർ, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതിൽ നമ്മൾ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാം. എണ്ണ ചൂടായ ശേഷം നമ്മളുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ആയ ശേഷം മറ്റേ സൈഡ് മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് ശരിക്കും നമുക്ക് ഓണിയൻ ചേർത്ത ഓംലെറ്റിൻ്റെ അതേപോലെ തന്നെയാണ് കിട്ടുക. ടെക്സ്ചറും അതെ, ടേസ്റ്റും അതെ, ഏകദേശം അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓണിയന് പകരം ചേർക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ വാഴത്തണ്ട്. അങ്ങനെ ഓംലെറ്റ് റെഡിയായി. ഇനി അടുത്ത ഓംലെറ്റ് നോക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കാബേജ്, ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാതും നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചു. എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മളുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു സൈഡായി കഴിയുമ്പോൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നമ്മളൊരു സ്പാനിഷ് ഓംലെറ്റ് അല്ലെങ്കിൽ മസാല ഓംലെറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയതാണ്. ഉള്ളിക്ക് പകരമാണ് നമ്മൾ കാബേജ് ചേർത്തത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഈ ഓംലെറ്റിന് ഒരു മുട്ട തന്നെയാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒരു ഡ്രോപ്പ് സോയാ സോസ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചു. എണ്ണ ചൂടായ ശേഷം ഒഴിച്ചു കൊടുക്കാം, മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതാണ് നമ്മളുടെ 4ാമത്തെ ഓംലെറ്റ്. ഈ 4 ഓംലെറ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 4ലും നമ്മൾ ഉള്ളി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാതെ നല്ല ടേസ്റ്റി ഓംലെറ്റ്സ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്